ഓ ആ ചെടി നിലവിളക്കം തരാമോ? അമ്മത്തേക്കാണ് ആരുടെ ചോദിച്ചാണോ? ആ നിലവിളക്കിങ്ങടുത്ത് അമ്മമ്മയുടെ റൂമിന്റെ തട്ടും പുറത്തുണ്ട്. ഇത് എവിടെയമ്മ? അല്ലേ മീരയ്ക്ക് ഇപ്പൊ കല്യാണം ഒന്നും ആലോചിക്കുന്നില്ല? അവള് പഠിക്കല്ലേ, അവള് പഠിച്ചൊക്കെ കഴിയട്ടെ, എന്നിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് ആലോചിക്കാം. ആ നല്ല കാര്യം, ഇപ്പൊ എല്ലാരും അങ്ങനെയാണല്ലോ. മീരേ ആ എന്താടി സർ, ഞാൻ ശോഭ. എൻ്റെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആരോടും യാചിക്കുന്നുമില്ല. എന്നാലും എൻ്റെ ഈ വാക്കുകൾ എവിടെയെങ്കിലും എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് പഠിക്കണം, എനിക്ക് അറിവ് നേടണം. പക്ഷേ ഈ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ എൻ്റെ സ്വപ്നങ്ങൾ മാഞ്ഞു പോവുക. പഠിക്കാനുള്ള എൻ്റെ അവകാശം, എൻ്റെ ഭാവി ഈ സമൂഹത്തിലൊരു കഥയായിട്ട് തീരരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിദ്യാഭ്യാസം എൻ്റെ അവകാശമല്ലേ? അത് തിരികെ ലഭിക്കാൻ എന്നെ സഹായിക്കണം, ദയവായി സഹായിക്കണം. ഇതെന്താ ഇതിപ്പോ അവിടെ നോക്കിയേ, ഇതാ അച്ഛൻ്റെ കാലത്തെ പറ്റിയത്. ആ നോക്കട്ടെ. ആ ഇത് നോക്കറിയാലോ, പണ്ട് ഇന്നത്തെ പോലെ ഒന്നും അല്ല. പണ്ട് നമ്മുടെ അച്ഛമ്മയ്ക്ക് അടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് കാരണവന്മാരും അതിന് സമ്മതിക്കില്ലല്ലോ. എന്നിട്ടെന്താ എല്ലാരെയും പോലെ തന്നെ അച്ഛമ്മയുടെ ആഗ്രഹം നടന്നില്ല. എന്റെ സാമ്പാറും ഇന്ന് ഏതൊരു പെൺകുട്ടിക്കും പഠിക്കാൻ പോകുന്നതിന് മറ്റാരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. തീരുമാനമെടുക്കാൻ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം കുടുംബവും സമൂഹവും നിയമവ്യവസ്ഥയും അതിനെനിക്ക് അവസരമൊരുക്കുന്നുണ്ട്.